ലെനോവോയുടെ ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്നുള്ള ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെനോവോ ഐഡിയ ടാബ് പ്രോയിൽ 12.7 ഇഞ്ചിന്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2944x1840 ആണ്. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ല റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. LCD പാനലിൽ വരുന്നുള്ളൂ. ഇപ്പം ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതൊരു ടാബാണ്. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ LCD പാനലാണ് ഇപ്പം നോർമൽ ആയിട്ടുള്ള കാര്യം. അപ്പം AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. LCD പാനൽ ഓക്കെ ആണ്. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് 615 ഗ്രാമാണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ തിക്നെസ് വരുന്നത് 6.9 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ ലെനോവോ ടാബ് പെൻ പ്ലസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ലൂണ ഗ്രേ എന്നുള്ള ഒരു കളർ വേരിയന്റ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8300 എന്ന പ്രോസസറാണ് ഈ ടാബിൽ വരുന്നത്. അപ്പം ഈ ഒരു 28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ടാബുകളുടെ കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ പിന്നെ ടാബിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള ZUI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ വേണം എന്നൊക്കെ പറയാം. പക്ഷേ ടാബ്ലറ്റ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ മതി. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 10,200 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡാണ്. ഇത് Type-C ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 30,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ്, അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ, നല്ലൊരു ബാറ്ററി സെറ്റപ്പ്, തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന് മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് Xiaomi Pad 7 ആണ്. അതിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. സിമിലർ ഡിസ്പ്ലേ ഫീച്ചേഴ്സും പിന്നെ Snapdragon 7+ Gen 3 എന്ന പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സറും ഈ ഒരു പ്രോസസ്സറും ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറാണ്. എന്നാലും ചില കാര്യത്തിൽ Snapdragon 7+ Gen 3ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടാബും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. Xiaomi Pad 7ഉം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ടാബ് എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ടാബ്ലറ്റ്. കൂടെ Xiaomi Pad 7ഉം കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ടാബ് സെലക്ട് ചെയ്യാം. അപ്പം അതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.